അതിരാവിലെ തന്നെ എൻ്റെ ഒരു 10-15 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ചിട്ട് നമ്മുടെ സ്പോട്ടിലൊക്കെ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ നമുക്ക് മീനടിക്കില്ലേ. അപ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ നമുക്ക്. അത് ഭയങ്കര സന്തോഷമുണ്ട് ആംഗ്ലറിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് പറഞ്ഞാൽ ഇതുപോലെ മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രോഗി വരേൻ്റെ 1-2 എന്നുള്ള ഫ്രോഗ് ഉണ്ട്. അപ്പോൾ നമുക്കധികം വലിയ സൈസൊന്നും ഇല്ലാത്ത ബ്രാലിനെ അടിച്ചേക്കണത്. പിന്നെ ഇവൻ്റെ ഒപ്പം വന്നാൽ വല പതിവായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല സൂപ്പർ മഴ കിട്ടി. ഞങ്ങൾ ആ പാടത്ത് നിന്നിട്ട് അത്യാവശ്യം മഴയൊക്കെ കൊണ്ട് മഴയൊക്കെ ഒതുങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും കാസ്റ്റിങ്ങൊക്കെ തുടങ്ങി. അപ്പോൾ അധികം ടൈമൊന്നും എടുത്തില്ല. ഇന്ന് മഴ പെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവന് അടിച്ചേക്കണ മീൻ 1 കിലോ താഴേക്കുള്ളൊരു മീനുണ്ട്. അപ്പോൾ ഇത് അടിച്ചേക്കണം പ്രോഗി വരേൻ്റെ വാട്ടർ സ്ലൈഡ് എന്നിട്ടുള്ള ഫ്രോഗും തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവനോട് അസൂയ തോന്നിയത് ഈ മീനെ കിട്ടിയപ്പോൾ ഉണ്ട്. കാരണം ഇവ ഉപയോഗിക്കുന്ന ഫാൻറ്റ സ്നാപ്പറും ഒക്കുമര സെയിമർ റീലായതുകൊണ്ടില്ലേ ഇവനെ മീനെ ചവിട്ടി പറിച്ച് കയറ്റാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു 1 കിലോ പുറത്തേക്കുള്ള മീനാണ് ഇവൻ ഇതിൽ അടിച്ചേക്കണത്. അപ്പോൾ ഇന്ന് ഇത് മാത്രമല്ല ഈ സൈസുള്ള അത്യാവശ്യം മീനൊക്കെ നമുക്ക് ഇതിന് മുമ്പ് അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വിഷ്വൽസ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഉപയോഗിച്ചേക്കുന്ന ഫ്രോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിൻ്റെ ഒരു ഫ്രോഗാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മീനനുസരിച്ച് ഇങ്ങനെ ഫ്രോഗ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് സ്ട്രൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിത് അത്യാവശ്യം ഇത്രത്തോളം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോണ വഴിക്ക് നമ്മൾ ഇതൊക്കെ സെയിൽ പിടിച്ചിട്ടുണ്ട്.